എൻ്റെ നക്ഷത്ര കുഞ്ഞുങ്ങളെ, മുക്കുറ്റിപ്പൂങ്കുരുന്നുകളെ, എല്ലാവരും എത്തിയില്ലേ? എല്ലാവരും നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുക. ഒപ്പം മുക്കുറ്റിയുടെ എളിമയും കൂടെ ഉണ്ടാവണം. നല്ല ഈണത്തിൽ കവിതകളൊക്കെ ആലപിച്ചു നോക്കിയോ? പുതിയൊരു ഈണം കണ്ടെത്തിയോ നിങ്ങൾ? ഇതുപോലെയൊക്കെ ആവും നിങ്ങൾ ചൊല്ലി നോക്കിയിട്ടുണ്ടാവുക അല്ലേ? നക്ഷത്രമൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോട് ചോദിച്ചു, ഉണ്ടോരെണ്ണമീ വണ്ണം നിനക്കെന്നോട് മത്സരം കൂടാൻ. നക്ഷത്രമൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോട് ചോദിച്ചു, ഉണ്ടോ ഒരെണ്ണം ഇവണ്ണം നിനക്കെന്നോട് മത്സരം കൂടാൻ. നക്ഷത്രമൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോട് ചോദിച്ചു, ഉണ്ടോ ഒരെണ്ണം ഈ വണ്ണം നിനക്കെന്നോട് മത്സരം കൂടാൻ. നക്ഷത്രമൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോട് ചോദിച്ചു, ഉണ്ടോ ഒരെണ്ണം ഈ വണ്ണം നിനക്കെന്നോട് മത്സരം കൂടാൻ. നക്ഷത്രമൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോട് ചോദിച്ചു, ഉണ്ടോ ഒരെണ്ണം ഈ വണ്ണം നിനക്കെന്നോട് മത്സരം കൂടാൻ. നമ്മൾ ചൊല്ലി നോക്കുമ്പോൾ ചിലപ്പോൾ അക്ഷരത്തെറ്റുകൾ വന്നു പോകാം, അല്ലെങ്കിൽ വാക്കുകൾ വേറെ ഏതെങ്കിലും മാറിപ്പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ വരികൾ തന്നെ മാറിപ്പോകാം. ഇതിനൊക്കെ പരിഹാരമായി എന്താ ചെയ്യേണ്ടത്? ധാരാളമായി കവിത വീണ്ടും വീണ്ടും കേൾക്കുക. അപ്പോൾ ആവർത്തിച്ച് കേട്ടാൽ നമ്മൾക്ക് വളരെ വ്യക്തമായി, വളരെ ഭംഗിയായി ആലപിക്കാൻ കഴിയും. അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈണത്തിൽ താളത്തിൽ ചൊല്ലാം എന്ന പ്രവർത്തനം നിങ്ങൾ ചെയ്തു നോക്കിയിരുന്നോ? നന്നായി ചൊല്ലി നോക്കിയിരുന്നോ? 4 വരികൾ. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപ്പൂ ബാറ്റകളല്ലേ ഇതെല്ലാം. ഇങ്ങനെയാണ് എഴുതുമ്പോൾ കാണിക്കുക. നൽപ്പൂ എന്ന് പറഞ്ഞ് ബാറ്റകൾ എന്നും ചിലപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ചൊല്ലുമ്പോൾ ചില കുട്ടികളൊക്കെ ഇങ്ങനെ ചൊല്ലുന്നത് കേൾക്കാറുണ്ട്. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപ്പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഇങ്ങനെ ചൊല്ലുമ്പോൾ പൂ എന്ന് പറയുന്നതും ബാറ്റ എന്ന് പറയുന്നതും വേറെ വേറെ നിൽക്കും. അപ്പോൾ പദങ്ങൾ ചേർത്ത് വെക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഒന്നുകൂടി സാവധാനത്തിൽ ഇങ്ങനെ ചൊല്ലി നോക്കാം. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. നിനക്ക് ഉണ്ണി തെറ്റിപ്പോയി, ഇതൊക്കെ പൂമ്പാറ്റകളാണെന്നാണ് അമ്മ പറയുന്നത്. ഇതൊരു സംഭാഷണ കവിതയാണല്ലേ? കുമാരനാശാൻ്റെ തള്ളയും കുട്ടിയും എന്ന സംഭാഷണ കവിത. ആദ്യമായി കുഞ്ഞ് പൂമ്പാറ്റകൾ ഇങ്ങനെ പറന്നുയരുന്നത് കണ്ടിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, ഇതാ നോക്കൂ, ഈ വല്ലിയിൽ നിന്നും പൂക്കൾ ഇങ്ങനെ പറന്നു പോകുന്നു, എന്തു ഭംഗിയാണ് ആ പൂക്കൾ പറന്നു പോകുന്നത് കാണാൻ എന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ഭാവനയെ തെല്ലൊന്ന് വേദനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്, എന്നാലും അമ്മ പറയുന്നു, കുട്ടി ഉണ്ണി നിനക്ക് തെറ്റിപ്പോയി, ഇത് പൂക്കളല്ല പറന്നു പോകുന്നത്, പൂമ്പാറ്റകളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചൊല്ലാം? തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. നമ്മൾ ചൊല്ലുമ്പോൾ ഭാവം കൂടി ഉൾക്കൊള്ളണം അല്ലേ?
അതായത് കുഞ്ഞ് സംശയം ചോദിക്കുന്നു, അമ്മ അതിന് ഉത്തരം പറയുന്നു. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഉണ്ണി തെറ്റിപ്പോയി, ഇതൊക്കെ പൂമ്പാറ്റകളാണ്. അപ്പോൾ ഉണ്ണിക്ക് കൗതുകം കൂടുന്നു. എന്നിട്ട് വാനിൽ ഇങ്ങനെ മേൽക്കുമേൽ പറന്ന് നടക്കുന്നത് കാണാൻ, പറന്ന് കളിക്കുന്നത് കാണാൻ എന്തു ഭംഗിയാണ്. മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. മേൽക്കുമേലാവുമ്പോൾ നമ്മൾ ഉയർത്തി ചൊല്ലുന്നു അല്ലേ. മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. ഇങ്ങനെ ഭംഗിയുള്ള പൂമ്പാറ്റകളെ കാണുമ്പോൾ കുട്ടിക്ക് വിഷമം വരുന്നു. പിന്നീട് അയ്യോ എനിക്ക് അവയോടൊപ്പം കളിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു സങ്കടം വരുന്നു. അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ. ഇങ്ങനെ പറക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, അതാണ് കുട്ടിയുടെ സങ്കടം അല്ലേ. അപ്പോൾ നടന്ന് കളിക്കാൻ കഴിയുന്നുണ്ട്, എന്നിരുന്നാലും എനിക്ക് ഇതുപോലെ പറക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്. ഇങ്ങനെയാണ് നമുക്കൊക്കെ തോന്നുക അല്ലേ. നമുക്കുള്ള കഴിവുകളൊക്കെ നമ്മൾ പ്രകടിപ്പിക്കും, എന്നാലും തോന്നും മറ്റേ കഴിവില്ലല്ലോ അല്ലേ, എനിക്ക് ഇനിയും കഴിവ് വേണം, അതെനിക്ക് പറ്റില്ലല്ലോ, ഇതെനിക്ക് പറ്റില്ലല്ലോ എന്ന് നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് ആശങ്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഇല്ലേ. അപ്പോൾ അമ്മ ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്. ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴ്കൊല്ല എന്നോമലുണ്ണി. അമ്മ ഒരു സത്യം പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് കഴിയാത്തതിനെക്കുറിച്ച്, ആകാത്തതിനെക്കുറിച്ച് ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കൂ കുട്ടി എന്ന്. കവിയാണ് ഇത് പറയുന്നത് ഇല്ലേ. നമുക്ക് കഴിയുന്നത് എന്താണെന്ന് ചിന്തിക്കൂ, കഴിയാത്തതിനെക്കുറിച്ച് സങ്കടപ്പെടാതെ ഇരിക്കൂ. പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ. അതെങ്ങനെയാണ് ചൊല്ലുക? നീ പിച്ച നടന്ന് കളിപ്പൂ, ഈ പിച്ചകം ഉണ്ടോ നടപ്പൂ. ഇങ്ങനെ തന്നെ ചൊല്ലണം, എന്നാലേ നമുക്ക് ആശയം മനസ്സിലാവുകയുള്ളൂ. നിനക്ക് പിച്ച നടന്ന് കളിക്കാൻ കഴിയുന്നുണ്ട്, എന്നാലോ ഈ പിച്ചകത്തിന് അതിന് കഴിയുന്നുണ്ടോ? പിച്ചകം ഇങ്ങനെ നിൽക്കുകയല്ലേ. അതുപോലെ കൂട്ടുകാരെ, നമ്മളെപ്പോലെ നടക്കാൻ കഴിയാത്ത എത്രയോ ആളുകളില്ലേ. നമ്മളിപ്പോൾ നടക്കുന്ന നമ്മൾ പറയുന്നു നമുക്ക് പറക്കാൻ കഴിയില്ലല്ലോ എന്ന് ഈ കുട്ടി പറയുമ്പോൾ അമ്മ പറയാണ്, നിനക്ക് പിച്ച നടന്ന് കളിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ അതിനും കഴിയാത്ത ഈ പിച്ചകത്തിനെ നോക്കൂ. അതേപോലെ എത്രയോ ആളുകളുണ്ട് നടക്കാൻ കഴിയാത്ത. ടീച്ചറുടെ ഈ പ്രാവശ്യത്തെ ശിശുദിനാഘോഷം അവരുടെ കൂടിയായിരുന്നു. തീരെ നടക്കാൻ കഴിയാതെ ഒരു മുറിക്കുള്ളിൽ അടയ്ക്കപ്പെട്ട കുറേ കൂട്ടുകാരോടൊപ്പം. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളും നമ്മളോടൊപ്പമുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നടക്കാൻ കഴിയുന്നതും നമുക്കിങ്ങനെ ചിരിക്കാനും പാടാനും പറയാനും ഒക്കെ കഴിയുന്നതും ഒരു ഭാഗ്യമായി നമ്മൾക്ക് തോന്നുന്നത്. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ. നിങ്ങൾ നോക്കി വായിക്കുമ്പോൾ ഉമ്മ തരാം അമ്മ എന്നൊക്കെ കൂട്ടി അങ്ങനെ വായിക്കും. നമുക്കിങ്ങനെ വിടർത്തിയെടുത്ത് ചൊല്ലിയാൽ കുറച്ചുകൂടി ഭംഗി അതിന് ലഭിക്കും. അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാം അമ്മ ചൊന്നാൽ. അങ്ങനെ ആയതിൻ്റെ കാരണം എന്താണ്? അമ്മ എനിക്ക് പറഞ്ഞു തരൂ, എന്നാൽ ഞാനൊരു ഉമ്മ തരാം എന്നാണ് കുട്ടി പറയുന്നത്. അപ്പോൾ അമ്മ എന്താണ് പറയുന്നത്? നക്ഷത്രവും പൂവും എന്ന കവിതയിൽ കവി നമ്മളോട് ഒരു സന്ദേശം നൽകുന്നുണ്ട് അല്ലേ. നമ്മൾക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട്. അതായത് ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളൂ പാരിൽ എന്നല്ലേ. ഇല്ലായ്മ സമ്മതിക്കുന്നത് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ വല്ലായ്മയാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞല്ലോ അത്. അപ്പോൾ ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളൂ പാരിൽ എന്ന് പറയുന്നത് പോലെ അമ്മ ഒരു മറുപടി പറയുന്നത് കവിവാക്യമാണ്. അതായത് നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനേ ദൈവസങ്കൽപ്പം. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പാടുള്ളൂ, ബാക്കിയെല്ലാം ദൈവസങ്കല്പമാണ് അല്ലേ. ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് കുറേ ജീവികൾ നടക്കുന്നു, കുറേ ജീവികൾക്ക് നടക്കാൻ കഴിയുകയില്ല അല്ലേ. കുറേ ജീവികൾ എല്ലാവരെയും സ്തുതിച്ചും എല്ലാവരെയും സന്തോഷിപ്പിച്ചും പാട്ടുകൾ പാടുന്നു കുയിലിനെ പോലെ. അതേപോലെ കുറേ ആളുകൾ നല്ല മനോഹരമായ ക്ലാസ്സുകൾ എടുക്കുന്നു, കുറേ ആളുകൾ നന്മ ചെയ്യുന്നു, കുറേ ആളുകൾ തിന്മയും ചെയ്യുന്നു. ഇതൊക്കെ ദൈവസങ്കല്പമാണ് എന്ന മഹത്തായ ആശയം കൂടി
ഈ കവിതയിൽ കവി നമുക്ക് നൽകുന്നു. അപ്പോൾ ഇതൊക്കെ മനസ്സിലാകത്തക്ക രീതിയിൽ, ഈ ആശയം കൂടി മനസ്സിലാകത്തക്ക രീതിയിലാണ് നമ്മൾ കവിത ആലപിക്കേണ്ടത്. അപ്പോൾ താരാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ? എങ്ങനെയുള്ളതായിരിക്കണം താരാട്ടിൻ്റെ ഈണം? കുഞ്ഞുങ്ങളെ ഉറക്കാനുള്ള ഒരു ഈണമായിരിക്കണം അല്ലേ? അവർ ഒരിക്കലും ഉണർന്നു പോവരുത്. അപ്പോൾ നമുക്ക് സാവധാനമാണ് ചൊല്ലി നോക്കേണ്ടത് അല്ലേ? നിങ്ങൾ താരാട്ട് ധാരാളം കേട്ടിട്ടുണ്ടാവും. താമരക്കണ്ണനുറങ്ങേണം, കണ്ണും പൊട്ടിയുറങ്ങേണം, കണ്ണും പൊട്ടിയുറങ്ങുക നീയൻ കണ്ണേ പൊന്നാര പൊന്നുമകനേ. ഇങ്ങനെയുള്ള താരാട്ടുകൾക്കൊക്കെ പതിഞ്ഞ ഈണമാണ് നൽകപ്പെട്ടിട്ടുള്ളത് അല്ലേ? അതേപോലെ ഓമനത്തിങ്കൽ കിടാവോ, ആ പാട്ട്, ആ കവിതയൊക്കെ എങ്ങനെ ചൊല്ലണം? ഓമനത്തിങ്കൾ കിടാവോ, പാട്ടും പാടി ഞാൻ നിന്നെയുറക്കാം. ധാരാളമായിട്ട് കുഞ്ഞുങ്ങളെ ഒക്കെ പാടി ഉറക്കാൻ ഉപയോഗിക്കുന്ന ഒരു താരാട്ടുപാട്ടാണ് ഓമനത്തിങ്കൽ കിടാവോ. ഇരയിമ്മൻ തമ്പി എഴുതിയ നമ്മളുടെ സ്വാതി തിരുനാൾ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ചക്രവർത്തിയായിരുന്നു, നല്ലൊരു സംഗീതജ്ഞനായിരുന്നു, നല്ലൊരു ഭരണാധികാരിയും നല്ലൊരു മനുഷ്യനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ പാടിയുറക്കാൻ വേണ്ടി ഇരയിമ്മൻ തമ്പി രചിച്ച മനോഹരമായ ഒരു താരാട്ടുപാട്ടാണ്. കീർത്തനമായും നമുക്ക് അതിനെ പറയാം, ഈ ഓമനത്തിങ്കൽ കിടാവോ എന്നുള്ളത്. അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്? ഇതൊക്കെ ഒരേ പാറ്റേണിലുള്ള കവിതകളാണ്, ഒരേപോലെ ആലപിക്കാൻ കഴിയുന്ന കവിതകളാണ്. അതുപോലെ തന്നെയാണ് ഇതും. ഓമനത്തിങ്കൽ കിടാവോ, നല്ല കോമളത്താമരപ്പൂവോ, പൂവിൽ നിറഞ്ഞ മധുവോ, പരിപൂർണേന്ദു തൻ്റെ നിലാവോ. അതെങ്ങനെ നമുക്ക് ആലപിക്കാം? ഓമനത്തിങ്കൾ കിടാവോ, നല്ല കോമളത്താമരപ്പൂവോ, പൂവിൽ നിറഞ്ഞ മധുവോ, പരിപൂർണേന്ദു തൻ്റെ നിലാവോ, പുത്തൻ പവിഴ കൊടിയോ, ചെറുതത്തകൾ കൊഞ്ചും മൊഴിയോ, ചാഞ്ചാടിയാടും മയിലോ, മൃദു പഞ്ചമം പാടും കുയിലോ. ഒന്നുകൂടി സാവധാനത്തിലാക്കിയാൽ ഒന്നുകൂടി മനോഹരമാകും. നമുക്ക് നോക്കാം. ഓമനത്തിങ്കൾ കിടാവോ, നല്ല കോമളത്താമര പൂവിൽ നിറഞ്ഞ മധുവോ, പരിപൂർണേന്ദു തൻ്റെ നിലാവോ, പുത്തൻ പവിഴ കൊടിയോ, ചേരു തത്തകൾ കൊഞ്ചും മൊഴിയോ. എല്ലാവരും ഉറങ്ങിപ്പോയോ? അപ്പോൾ എല്ലാവർക്കും ചേർന്ന് ഉണരാൻ വേണ്ടി ആ രണ്ടുപേരും ഒന്നുകൂടെ ചൊല്ലി നോക്കാം. ഓമനത്തിങ്കൾ കിടാവോ, നല്ല കോമളത്താമര പൂവോ. എന്തൊക്കെയാണ് തൻ്റെ കുഞ്ഞ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയോ ആണല്ലേ. ഓമനത്തിങ്കൽ കിടാവാണോ, കോമളത്താമര പൂവാണോ, പൂവിൽ നിറഞ്ഞ തേനാണോ, അല്ലേ, പൂർണ്ണേന്ദുവിൻ്റെ നിലാവാണോ, ഇങ്ങനെയൊക്കെ അത്ഭുതപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഈണത്തിൽ ഇങ്ങനെ ചൊല്ലുമ്പോൾ, നിങ്ങൾ ചൊല്ലുമ്പോൾ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ അനുജനോ അനുജത്തിയോ തീർച്ചയായും ഉറങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈണമാണ് താരാട്ടിന് നൽകേണ്ടത്. അപ്പോൾ ഈണം നൽകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായില്ലേ? ഇനി നക്ഷത്രവും പൂവും എന്ന കവിതയ്ക്ക് നമുക്കൊന്നുകൂടി ഒന്ന് ഈണം കൊടുത്തു നോക്കാം.
അപ്പോൾ ടീച്ചർ അതിവിടെ കാണിക്കും. നിങ്ങൾ നല്ലൊരു ഈണം കൊടുത്തുകൊണ്ട് ഉച്ചത്തിൽ ചൊല്ലണം. ഇപ്പോൾ നക്ഷത്രവും പൂവും എന്ന പദ്യഭാഗം ഏകദേശം നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആശയം ഒന്നുകൂടി മനസ്സിലാക്കാനുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ആശയം മനസ്സിലാക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതേപോലെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനും ശ്രമിക്കണം. നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നോ? നോട്ട് പുസ്തകത്തിൽ എഴുതി നോക്കിയിരുന്നോ? എങ്കിൽ ശരി, നമുക്ക് ഒരു ചോദ്യോത്തര പയറ്റ് നടത്താം. അതായത് ഒരു ഭാഷാ കേളി. ടീച്ചർ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ അതിനുത്തരം കണ്ടെത്തണം. അങ്ങനെയാവാം. നിങ്ങൾ ഉത്തരം കണ്ടെത്തിയാൽ ഏറ്റവും ആദ്യം കണ്ടെത്തുന്നയാൾക്ക് 5 പോയിന്റ് കിട്ടും, 5 മാർക്ക് കിട്ടും. രണ്ടാമതായി കണ്ടെത്തുന്നയാൾക്ക് 3 മാർക്കാണ് കിട്ടുക. അടുത്തതായി കണ്ടെത്തുന്നയാൾക്ക് 1 മാർക്കും. അങ്ങനെയാവാം അല്ലേ? അപ്പോൾ ടീച്ചർ ചോദ്യം ചോദിക്കും, ഒപ്പം വിശദീകരണവും നൽകും. നിങ്ങൾ ഉത്തരം പെട്ടെന്ന് വിളിച്ചു പറയണം. പെട്ടെന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യണം? 5 മാർക്ക് അതിൽ എഴുതി വെക്കണം. പിന്നെ ഒന്ന് ആലോചിച്ച് പറയുകയാണെങ്കിൽ 3 മാർക്കും എഴുതി വെക്കണം. ഒന്നുകൂടി ആലോചിച്ചിട്ടേ കിട്ടുന്നുള്ളൂ എങ്കിൽ 1 മാർക്കും എഴുതി വെക്കണം. അപ്പോൾ എന്നിട്ട് ഈ ഒരു പദ്യഭാഗം വായിച്ചൊക്കെ വിശദീകരിച്ചൊക്കെ കഴിയുമ്പോഴേക്കും മാർക്ക് കൂട്ടി നോക്കിയിട്ട് ആർക്കാണ് സമ്മാനമെന്ന് കണ്ടുപിടിക്കുകയും വേണേ. ഉത്തരം പറയാൻ തയ്യാറായിരിക്കുകയല്ലേ? അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലേ ഉത്തരം പറയാൻ കഴിയൂ അല്ലേ? എന്തിനെ കാട്ടിക്കൊണ്ടാണ് മാനം മുക്കുറ്റിയോട് ചോദിച്ചത്? എന്തോ ചോദിച്ചു അല്ലേ? ചോദിച്ചത് എന്താണെന്ന് പിന്നെ പറയാം. എന്തോ ഒരു വസ്തുവിനെ കാണിച്ചുകൊണ്ട്, കയ്യിലുള്ള ഒരു സാധനത്തിനെ, തൻ്റെ പക്കലുള്ള ഒരു സാധനത്തിനെ കാണിച്ചുകൊണ്ടാണ് മേനി പറഞ്ഞത്. ആകാശം. ആരെ കാണിച്ചുകൊണ്ടാണ്? ഉത്തരം കിട്ടിയോ? കിട്ടിയല്ലേ? കുറേ ആളുകൾ കൈപ്പൊക്കുന്നുണ്ട്, ഉച്ചത്തിൽ പറയുന്നുണ്ട്. ഒന്നുകൂടി ചിന്തിച്ചു നോക്കിയപ്പോൾ എല്ലാവർക്കും കിട്ടി. ആരെ കാണിച്ചിട്ടാണ്? നക്ഷത്രത്തെ കാണിച്ചല്ലേ? ഒരു വീമ്പിളക്കി ആരോടാണ് ഇങ്ങനെ വീമ്പ് പറഞ്ഞത്? അതാണ് അടുത്ത ചോദ്യം. കണ്ടെത്തിയ വേഗം. ആരോടാണ് നക്ഷത്രത്തിനെ കാട്ടിക്കൊണ്ട് വീമ്പ് പറഞ്ഞത്? ആരോടാണ്? കണ്ടുപിടിച്ചോ? വായിച്ചപ്പോൾ പിടികിട്ടി കാണും. ആരോടാണ് പറഞ്ഞത്? വാനം മുക്കുറ്റിയോട്. ആകാശത്തിലെ ഒരു മേഘത്തിൻ്റെ ചിത്രമൊക്കെ നമ്മൾ കണ്ടിരുന്നില്ലേ? ഇങ്ങനെ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിക്കുന്ന. വാനം മുക്കുറ്റിയോടാണ് വീമ്പ് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം പെട്ടെന്ന് വരും. എന്താണ് വീമ്പ് പറഞ്ഞത്? എന്താണ്? നക്ഷത്രത്തെ കാണിച്ചുകൊണ്ട് വാനം മുക്കുറ്റിയോട് എന്താണ് പറഞ്ഞത്? ഉണ്ടോ ഇവണ്ണം നിന്റെ അടുത്ത്, ഇതുപോലൊരെണ്ണം നിന്റെ അടുത്തുണ്ടോ എന്നോട് മത്സരം വെക്കാൻ? ഇങ്ങനെയാണ് ചോദിച്ചത് അല്ലേ? ഇങ്ങനെയാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിരുന്നില്ലേ? അപ്പോൾ നിന്റെ അടുത്ത് ഇതുപോലെ ഒന്ന് മത്സരം വെക്കാനായിട്ട് ഒരു കണി കാണാനെങ്കിലും ഉണ്ടോ എന്നാണ്. ഇത് കേട്ടപ്പോൾ മുക്കുറ്റിയുടെ അവസ്ഥ എന്തായിരുന്നു? മുക്കുറ്റിയുടെ ഭാവം എന്തായിരുന്നു? പറഞ്ഞേ, എന്തായിരുന്നു? മുക്കുറ്റിയുടെ ശിരസ് താണുപോയി. എന്താ കാര്യം? അക്കാലത്തൊന്നും നിങ്ങൾ കഥ കേൾക്കാറില്ലേ? ആദ്യകാലത്തൊന്നും മുക്കുറ്റിക്ക് ഇങ്ങനെ മനോഹരമായ പൂവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു അത്ഭുതം സംഭവിച്ചാണ് പൂവുണ്ടായത്. അങ്ങനെ നമുക്ക് കഥയാക്കി പറയാം അല്ലേ? അപ്പോൾ മുക്കുറ്റി സങ്കടത്തോടെ ശിരസ് കുനിച്ചു, തല താഴ്ത്തി. താണുപോയല്ലോ ശിരസ്. പിന്നെ ഒന്നുകൂടി സംഭവിച്ചല്ലോ. അതെന്തായിരുന്നു? ചെടിയുടെ പറഞ്ഞേ വേഗം പറഞ്ഞേ. കണ്ണുകൾ ഈറനായി, കണ്ണുകൾ നനഞ്ഞു സങ്കടം കൊണ്ട്. എന്നിട്ട് പറയാണ്, അയ്യോ എനിക്ക് അത് സംഭാഷണം എഴുതാനുണ്ട്, പിന്നീട് വരുന്നുണ്ട്, നമുക്ക് എഴുതാം. അയ്യോ എനിക്ക് അങ്ങയോട് മത്സരിക്കാനൊന്നും കഴിവില്ലേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് തല കുനിച്ച് കണ്ണൊക്കെ നനഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കവി ഒരു കാര്യം കൂടി പറഞ്ഞു. അതെന്തായിരുന്നു? അത് നമുക്ക് വിശദീകരിക്കാൻ പാഠഭാഗത്ത് വരുന്നുണ്ട്. എന്തായിരുന്നു പറഞ്ഞത്? ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളൂ പാരിൽ. അങ്ങനെ ഇല്ലായ്മയൊക്കെ സമ്മതിച്ച് പാവമായി കുനിഞ്ഞിങ്ങനെ ഇരിക്കുകയാണേ. പിന്നെയാണ് നമ്മളുടെ കഥകളിലൊക്കെ സംഭവിക്കുന്ന ട്വിസ്റ്റ് വരുന്നത്. അതായത് അത്ഭുതം സംഭവിച്ചത്. എന്താണത്? എന്താണ്? ഉത്തരം പറയാൻ കിട്ടിയോ? ആ കുഞ്ഞു ചെടിയുടെ ശിരസിൽ ഒരു ഞെട്ടിങ്ങനെ ഉയർന്നു വരികയും പെട്ടെന്നൊരു പൂവ് പൊട്ടി വിരിയുകയും ചെയ്തു. ഏതായിരുന്നു ആ പൂവ്? മനോഹരിയായ മുക്കുറ്റിപ്പൂ.
അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞു പൂവിൻ്റെ വിരിയൽ. പിന്നെയോ എങ്ങനെയാണ് ആ പൂവ് ശോഭിച്ചത് എന്നാണ് കവി പറയുന്നത്? പറഞ്ഞേ, എങ്ങനെയായിരുന്നു വെട്ടിത്തിളങ്ങിയത്? എങ്ങനെയായിരുന്നു? ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ ഒരു ചോദ്യം കൂടിയായേ. അതെ, രത്നം പതിച്ചതുപോലെ. അല്ലേ, രത്നം പതിച്ചാൽ എങ്ങനെയാണ്? രത്നം, എന്തൊക്കെയാണ് രത്നങ്ങളുള്ളത് നിങ്ങൾക്കറിയില്ലേ? വില കൂടിയ ഒരു കല്ലാണ് രത്നം. ആ രത്നം പതിച്ചാൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങും. മാണിക്യം ചുവന്ന രത്നമാണ് അല്ലേ? അതേപോലെ മരതകം പച്ചരത്നമാണ്. ഇതുപോലെ അത് ഉച്ചരിക്കുന്നത് രത്നം എന്നാണ്. രത്നം, രത്നം പതിച്ചതുപോലെ അതിൻ്റെ കാന്തി, ഭംഗി എല്ലായിടവും ചിതറി. എന്തിൻ്റെ കാന്തി, എന്തിൻ്റെ ഭംഗി? ആ മുക്കുറ്റിപ്പൂവിൻ്റെ ഭംഗി, ശോഭ എല്ലായിടത്തും ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടിരുന്നു. രത്നം പതിച്ചതുപോലെ. രത്നം നിങ്ങൾക്കറിയാമല്ലേ, വൈഡൂര്യക്കമ്മൽ നിങ്ങൾ കേട്ടിട്ടില്ലേ പാട്ടിലൊക്കെ? അതേപോലെ വജ്രം എന്ന് കേട്ടിട്ടില്ലേ, ഡയമണ്ട്, അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് തിളങ്ങിയത് മുക്കുറ്റിയുടെ ഭംഗി ഇങ്ങനെ പ്രസരിച്ചത്. അപ്പോൾ ഇങ്ങനെ താണ ശിരസിൽ പെട്ടെന്നൊരു മുള പൊങ്ങി. അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞു പൂവിൻ്റെ വിരിയൽ, രത്നം പതിച്ചതുപോലെ അതിൻ കാന്തിയെങ്ങും ചിതറുന്നു. കണ്ണഞ്ചുമാറായി വ്യോമം, അല്ലേ? കണ്ണഞ്ചുമാറായി, അത് കവിതയിലൊരു പ്രയോഗമാണ്. കണ്ണഞ്ചുമാറായി എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചിപ്പോയി. ആരുടെ കണ്ണാണ് അഞ്ചിപ്പോയത്? ആരുടെ കണ്ണാണ് പറയൂ? അതാണ് അടുത്ത ചോദ്യം. ആരുടെ കണ്ണാണ്? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലേ? മാനത്തിൻ്റെ, വാനത്തിൻ്റെ, ആകാശത്തിൻ്റെ. ഇവിടെ പുതിയൊരു വാക്ക് കവി പ്രയോഗിച്ചു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. എന്താണത്? വ്യോമം. നിങ്ങൾ കേട്ടിട്ടില്ലേ വ്യോമസേന എന്നൊക്കെ, അല്ലേ? വ്യോമയാനം. വ്യോമം എന്ന് പറഞ്ഞാലും ആകാശം തന്നെയാണ്. അപ്പോൾ കണ്ണഞ്ചുമാറായി വ്യോമം. എന്താണ് അത്ഭുതപ്പെട്ടത്? ആകാശം അത്ഭുതപ്പെട്ടത് എന്താണ്? ഓ, മണ്ണിൽ ഇത്രയും ചന്തമുണ്ടാകുമോ? ആകാശത്തിന് അറിയില്ല അല്ലേ നമ്മളുടെ ഭൂമിയിലെ കാഴ്ചകളുടെ മനോഹാരിത? നിങ്ങൾക്കറിയാമോ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഭൂമിയിലെ കാഴ്ചകളൊക്കെ ചർച്ച ചെയ്യണം. എന്നിട്ട് അതിനെക്കുറിച്ച് എഴുതുകയും വേണം. അപ്പോൾ ആകാശത്തിന് ഇതറിയാത്തത് കൊണ്ടാണ് ആകാശം ഇങ്ങനെ പറഞ്ഞത്. അയ്യോ, ഇത്രയും മനോഹരമായ ചന്തമുള്ള കാഴ്ചകൾ ഈ ഭൂമിയിലുണ്ടോ? കണ്ണഞ്ചുമാറായി വ്യോമം, മണ്ണിൽ ഇത്രയുണ്ടാവുമോ ചന്തം? അപ്പോൾ ചോദ്യം ഇതാണ്, കണ്ണഞ്ചിപ്പോയത് ആർക്കാണ്? ആർക്കാണ്? വാനത്തിന്, അല്ലേ? കണ്ണഞ്ചുമാറായി വ്യോമം അല്ലെങ്കിൽ വാനം. എന്നിട്ട് എന്താണ് വ്യോമം ചിന്തിച്ചത്? ഇത്രയും ചന്തം മണ്ണിലുണ്ടാകുമോ? പിന്നെ ഇതുകൂടി ആകാശം ചിന്തിച്ചു. എൻ്റെ പക്കലുള്ള നക്ഷത്രം ഈ ഭൂമിയിലെ ഈ കുഞ്ഞു പൂവിൻ്റെ അടുത്ത് എത്ര നിസ്സാരമാണ്, അല്ലേ? ഭൂമിയിലെ കുഞ്ഞു നക്ഷത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട മുക്കുറ്റി എന്നല്ലേ? അതുപോലെ ധാരാളം നക്ഷത്രങ്ങളുണ്ട് ഭൂമിയിൽ, അല്ലേ? മാനത്തിന് അറിയാഞ്ഞിട്ടാണ്, നിങ്ങളൊക്കെ ഭൂമിയിലെ നക്ഷത്രങ്ങളാണ്. മുക്കുറ്റിയെ കണ്ടിട്ടാണ് മാനം വിചാരിക്കുന്നത് ഇത് തന്നെയാണ് ഭൂമിയിലെ പൊന്നുതാരം. പിന്നെ കവി നമ്മളോട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളൂ പാരിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു സന്ദേശം കൂടി നമുക്ക് നൽകുന്നുണ്ട്. അത്രയ്ക്കു താഴ്മയിൽ നിന്നേ വരൂ ഇത്രയ്ക്ക് അഴകു പൂവിനും. മനോഹരമായ വരികളാണ് നമ്മൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. അതായത് വിനയത്തിൽ നിന്നാണ്, താഴ്മയിൽ നിന്നാണ് ഏതഴകും ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ അറിവ് കൂടുന്നതിനനുസരിച്ച് വിനയം കൂടുന്നു, അതേപോലെ താഴ്മ, എളിമ കൂടുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു സന്ദേശമാണ് കവി മനോഹരമായി ഈ കവിതയിലൂടെ നമുക്ക് നൽകുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടി വാക്കുകളെ ശ്രദ്ധിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് കുറച്ച് വാക്കുകളുടെ അർത്ഥം കണ്ടുപിടിച്ചു വരാൻ പദശേഖരത്തിലേക്ക് കുറച്ച് വാക്കുകൾ ചേർക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, അല്ലേ? നിങ്ങൾ ചേർത്തിരുന്നോ? കുറേ ആളുകൾ ചേർത്ത് വെച്ചതായി ടീച്ചറെ അറിയിച്ചിരുന്നു. നോക്കാം. കൂട്ടുകാരെ, എൻ്റെ പേര് സൂര്യത്. ഇതാണ് എൻ്റെ പദശേഖര പുസ്തകം. ഇതിൻ്റെ പേരാണ് നെല്ലിക്ക. നമ്മുടെ പാഠഭാഗത്തിലെ എല്ലാ പദങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നക്ഷത്രവും പൂവും. ആകാശം, വാനം, കണ്ണ്, മിഴി, ഭംഗി, കാന്തി. നക്ഷത്രം, താരം, പൂവ്, കുസുമം. പകരം പദങ്ങൾ കണ്ടെത്താം എന്ന ആ പ്രവർത്തനം നിങ്ങൾ ഭംഗിയായി ചെയ്തിട്ടുണ്ടല്ലേ?
ആകാശത്തിനും കണ്ണിനും എല്ലാം നിങ്ങൾ പകരം പദങ്ങൾ, മറ്റു പദങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നു മാത്രമല്ല, കൂടുതൽ കൂടുതൽ പദങ്ങൾ നമുക്ക് കണ്ടെത്താം. അതെങ്ങനെയാണ്? നമുക്കൊന്നുകൂടി ഈ പദ്യഭാഗത്തു കൂടി കടന്നു പോകാം. എന്നിട്ട് ഓരോ വാക്കിൻ്റെയും മറ്റു പദങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാം. പൂവ്, പൂവ്, കുഞ്ഞു പൂവിൻ്റെ വിരിയൽ. പൂവിന് എന്തെല്ലാം വാക്കുകളുണ്ട്? നിങ്ങൾ ചിന്തിച്ചിരുന്നോ? സുമം പൂവാണ്. സുമം മലർ, അലർ, കുസുമം, ഇതൊക്കെ പൂവിൻ്റെ മറ്റു വാക്കുകളാണ്. ഇങ്ങനെ ഓരോ പദത്തിനും വരുന്ന മറ്റു പദങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ പദശേഖരം വിപുലപ്പെടുത്തണം. അതേപോലെ അത് പരസ്പരം കൈമാറി ഓരോരുത്തരുടെയും പദശേഖരങ്ങൾ വിപുലപ്പെടുത്തണം. ഇവിടെ തന്നിരിക്കുന്ന ഓരോന്നിനും 1, 2, 3, 4 ഒക്കെ മറ്റു വാക്കുകൾ ഉണ്ടാകും. അതൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ എഴുതണം. കുറച്ച് വാക്കുകൾ, പകരം വരുന്ന കുറച്ച് വാക്കുകൾ ടീച്ചർ പറഞ്ഞു തരാം. നക്ഷത്രം, താരം, താരകം, ഉടു. ആകാശം, വാനം, മാനം, വ്യോമം, പൂവ്. സുമം, മലർ, അലർ, തല, ശിരസ്, ശീർഷം, ഉത്തമാംഗം. കണ്ണ്, മിഴി, അക്ഷി, നയനം. മണ്ണ്, പൂഴി, മൃത്ത്, മൃത്തിക. ഭൂമി, ധര, ധരിത്രി, ക്ഷോണി, ചന്തം. അഴക്, ഭംഗി, ചേല്, മനോഹാരിത. ഇതുപോലെ ഓരോ വാക്കുകൾക്കും ധാരാളം മറ്റു പദങ്ങൾ നമുക്ക് കണ്ടെത്താം. ഇവയൊക്കെ ഉപയോഗിച്ച് പദകേളികൾ നടത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും പദശേഖരങ്ങൾ വിപുലപ്പെടുത്തി ഈ വർഷം കഴിയുമ്പോഴേക്കും കുറേ പദങ്ങൾ നിങ്ങളുടെ സ്വന്തമായി മാറണം. അപ്പോൾ ഇതിനോട് ചേർക്കേണ്ട ഒരു പ്രവർത്തനം പേജ് നമ്പർ 58-ലുണ്ട്. കുറച്ചുകൂടി പുതിയ പദങ്ങൾ, അത് നിങ്ങൾ പദശേഖരത്തിലേക്ക് ചേർത്ത് വയ്ക്കണം. പദശേഖരം: താഴ്മ, പാര്, വ്യോമം, ഈറൻ. ഈ വാക്കുകളുടെയൊക്കെ മറ്റു പദങ്ങൾ കൂടി ഓർത്തെടുത്ത് എഴുതി വയ്ക്കണം. അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് എഴുതി വയ്ക്കണം. കാവ്യഭാഗം ഇപ്പോൾ നന്നായി മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് സംഭാഷണം എഴുതാം എന്ന പ്രവർത്തനം ഭംഗിയായി ചെയ്യാൻ കഴിയും. നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ. പേജ് നമ്പർ 56-ലെ പ്രവർത്തനം എല്ലാവരും ചെയ്യണം. സംഭാഷണം എഴുതാം. ആകാശം: നിനക്ക് എന്നോട് മത്സരിക്കാമോ? മുക്കുറ്റി: അയ്യോ, അങ്ങയോട് മത്സരിക്കാൻ ഞാനില്ല. ആകാശം: അപ്പോൾ ആകാശം എന്താണ് പറയുന്നത്? വീണ്ടും മുക്കുറ്റി എന്താണ് പറയുന്നത്? വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആകാശത്തിന് പറയാം, മുക്കുറ്റിക്കും പറയാം. അങ്ങനെ എത്ര വേണമെങ്കിലും പറയാം. ഈ സംഭാഷണം നിങ്ങൾ പൂർത്തിയാക്കി എഴുതണം. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി ചെയ്ത് നന്നായി വായിച്ചു നോക്കുകയൊക്കെ ചെയ്ത് നല്ല കുട്ടികളായി അടുത്ത ക്ലാസ്സിൽ വേഗം വരണേ.